യെസ്. ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബഡ്ജറ്റ് എന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് അബൌട്ട് മേജർ കമ്പോണൻസ് ഓഫ് ദ യൂണിയൻ ബഡ്ജറ്റ്. അതിന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈസ് എ റവന്യൂ ബഡ്ജറ്റ്, and second one is a capital budget, and third one is a fiscal policy statement. Fiscal policy statement. Fiscal policy statement. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് റവന്യൂ ബഡ്ജറ്റ് ആണ്. റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ റവന്യൂ റിസീപ്റ്റ്സ് ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ അത് ഡീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മണി കമ്മിങ് ടു ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് റവന്യൂ റിസീപ്റ്റ്സ്. ദാറ്റ് ഈസ് റവന്യൂ റിസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലോട്ട് വരുന്ന പൈസകൾ. പിന്നെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യണമല്ലോ, അപ്പൊ ഗവൺമെന്റിൽ നിന്ന് പോകുന്ന മണി സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ്, അതിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. എന്താ വെച്ചാല് ഈ റവന്യൂ റിസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും ഗവൺമെന്റിന്റെ അസറ്റ്സിലോ ലയബിലിറ്റീസിലോ ചേഞ്ച് വരുന്നില്ല. അതായത് അസറ്റ് കൂടുകയോ കുറയോ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ലയബിലിറ്റീസും കൂടുകയോ കുറയോ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊരു വരുമാനമായിട്ടാണ് വരുന്നത്. ക്ലിയർ? ഒരു റവന്യൂ റെസിപ്റ്റ്സ് എന്താ? ദ വേർഡ് റെസിപ്റ്റ് പറഞ്ഞാൽ തന്നെ അറിയാം, ഇറ്റ്സ് എ മണി റിസീപ്റ്റ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന് പൈസ കിട്ടുമ്പോൾ when it receives money, it is a government receipt. So revenue receipts are broadly the government's regular income revenue inflows. അത് ഏതൊക്കെ തരത്തിൽ? മെയിൻ ടു ഫോംസ് ഓഫ് സോഴ്സസ് ഓഫ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുന്നത് വൺ ഈസ് എ ടാക്സ് റവന്യൂ. ടാക്സ് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് ആണ് നോക്കുന്നത് കേട്ടോ. ടാക്സ് റവന്യൂ. അത് വൺ ഈസ് എ നോൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂ. ഈ രണ്ട് രീതിയിൽ റവന്യൂ റെസിപ്റ്റ്സ് ഗവൺമെന്റ് മെയിൻ ആയിട്ട് ഉണ്ടാവാം. വൺ ഈസ് എ ടാക്സ് റവന്യൂ, പിന്നെ ടാക്സ് അല്ലാതെ മറ്റു വരുന്ന എല്ലാ റെസിപ്റ്റ്സിനും നോൺ ടാക്സ് റവന്യൂ എന്ന് പറയാം. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സോഴ്സ് ത്രൂ വിച്ച് ദി ഗവൺമെന്റ് ഗെറ്റ്സ് റവന്യൂ. ഒരു കമ്പൽസറി പേയ്മെന്റ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ്. എവിടെയെങ്കിലും ഒരു ടാക്സ് ലാബിന്റെ പരിധിയിൽ വരുന്ന വരുമാനം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഗവൺമെന്റ് കമ്പൽസറി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പേയ്മെന്റിനെയാണ് നമുക്ക് ടാക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെന്റ് അണ്ടർ ലോ. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് അയാൾക്ക് ടാക്സബിൾ ഇൻകം ഉണ്ടെന്ന് വെക്കാം. ദെൻ the applicable income tax has to be paid. അല്ലെ, അതിനെയാണ് പറയുന്നത് ഗവൺമെന്റ് കളക്ട്സ് ദിസ് മണി. എന്നിട്ട് എന്ത് ചെയ്യും? they use it for the public purpose. എല്ലാ ജനങ്ങളുടെ എല്ലാവരുടെയും ഉപയോഗത്തിനായിട്ട് അത് ഉപയോഗിക്കും. ഓക്കെ, സോ റവന്യൂ റൈസ്ഡ് ത്രൂ ടാക്സസ്. ടാക്സിലൂടെ ഗവൺമെന്റ് കിട്ടുന്ന വരുമാനത്തിനെയാണ് നമ്മൾ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് റവന്യൂ ഈസ് ഓഫ് ടു ടൈപ്സ്. One is direct tax, പിന്നെ indirect tax. രണ്ട് തരത്തിലാണ് ടാക്സ് റവന്യൂ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് രാഹുലിന് 15 lakhs ഓഫ് ടാക്സബിൾ ഇൻകം ഉണ്ടെന്ന് വയ്ക്കാം. രാഹുൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് ആഫ്റ്റർ അപ്ലൈങ് ദ ഇൻകം ടാക്സ് പ്രൊവിഷൻ, സപ്പോസ് ഹി ഹാസ് ടാക്സ് ലയബിലിറ്റി, രാഹുൽ ആ ടാക്സ് അടയ്ക്കുന്നു. ഇത് രാഹുലിനാണ് ടാക്സ് വരുന്നത്, രാഹുൽ തന്നെയാണ് ടാക്സ് അടയ്ക്കുന്നത്, അല്ലെ? സോ ദിസ് ഈസ് നോൺ ആസ് ഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇൻകം ടാക്സ് ആണ് ഇത് വരുന്നത്. രാഹുലിന്റെ ഇൻകത്തിൽ വരുന്ന ടാക്സ് ആണ് കോൾഡ് ആസ് ഇൻകം ടാക്സ്. ആ ഇൻകം ടാക്സ് ഇസ് എ ഡയറക്ട് ടാക്സ്. അനദർ എക്സാമ്പിൾ ഈസ് എ കോർപ്പറേറ്റ് ടാക്സ്. അത് പറഞ്ഞപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവര് പ്രോഫിറ്റബിൾ ടാക്സ് ഏൺ ചെയ്യുന്നുണ്ട്, സോറി ടാക്സബിൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. സോ കമ്പനിക്ക് ഒരു കോർപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി വന്നു, അത് നേരെ ആ കമ്പനി തന്നെയാണ് ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നത്. സോ
കോർപ്പറേറ്റ് ടാക്സ് ഈസ് ഓൾസോ എ ഡയറക്ട് ടാക്സ്. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് ആണ് ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് is imposed, direct tax is imposed directly on the, ഇത് നിങ്ങൾ ഇൻഡയറക്ട് ടാക്സ് നമ്മൾ എന്താണെന്ന് കൂടി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്കത് ഞാൻ എഴുതുന്നത് ഒരു അതിന്റെ ഒരു ഫുൾ രൂപത്തിൽ മനസ്സിലായില്ലെങ്കിൽ പോലും ജസ്റ്റ് വെയിറ്റ്, നമ്മൾ ഇൻഡയറക്ട് ടാക്സ് ഇവിടെ എന്താന്ന് നോക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഡോണ്ട് വറി. സോ ഡയറക്ട് ടാക്സ് ഇസ് imposed directly on the income or profits of the person മാത്രമല്ല, കമ്പനി ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, or entity liable to pay it. സോ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കി ഇൻകം ടാക്സ്. ഒരു ഏതെങ്കിലും വ്യക്തി, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് രാഹുലിന് എടുത്തു, രാഹുലിന് ടാക്സ് പരിധിയുടെ മുകളിൽ ടാക്സിന്റെ പരിധിയിൽ വരുന്ന വരുമാനം ഉണ്ടെങ്കിൽ അവൻ നേരിട്ട് എന്ത് ചെയ്യും, ടാക്സ് ഗവൺമെന്റിലോട്ട് അടയ്ക്കും. ദാറ്റ് ഇസ് എ ഡയറക്ട് ടാക്സ്. അതേപോലെ തന്നെ ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി, ആ പ്രോഫിറ്റ് അവരുടെ ടാക്സബിൾ ആണെങ്കിൽ അവർ ടാക്സ് അടയ്ക്കും നേരിട്ട്, അതും ഡയറക്ട് ടാക്സിലേക്ക് വരും. നൗ വി ഡിസ്കസ് വാട്ട് ഇസ് എ ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡയറക്ട് ടാക്സ് എന്തായാലും കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾ ഒരു കടയിൽ പോയി നിൽക്കാം. ഓക്കെ, കടയിൽ പോയിട്ട് നിങ്ങളൊരു ടെലിവിഷൻ പർച്ചേസ് ചെയ്തു. ആ ടെലിവിഷൻ പർച്ചേസ് ചെയ്യുമ്പോ അതിൽ ആ വിലയിൽ എന്തൊക്കെ ഉണ്ടാവും? ആ വിലയിൽ എന്തുണ്ടാവും? ഒബ്വിയസ്ലി ടെലിവിഷന്റെ വില ഉണ്ടാവും. അത് കൂടാതെ എന്തുണ്ടാവും? GST ഉണ്ടാവും അല്ലെ? GST ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? GST അൾട്ടിമേറ്റ്ലി ആരാ അടയ്ക്കുന്നത്? നമ്മളാണ് അടയ്ക്കുന്നത് അല്ലെ? നമ്മൾ വാങ്ങുന്ന ആൾക്കാർ, കൺസ്യൂമർ ആണ് അൾട്ടിമേറ്റ്ലി അത് ബെയർ ചെയ്യുന്നത്. നമ്മൾ ആർക്കാണ് അടയ്ക്കുന്നത്? ആ ഷോപ്പിൽ സെല്ലറിന്. ആരാണ് അത് ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നത്? ദാറ്റ് ഇസ് ദ സെല്ലർ. ആ സെല്ലറാണ് ഗവൺമെന്റ് അടയ്ക്കുന്നത്. അപ്പോ യഥാർത്ഥമായി പൈസ അടയ്ക്കുന്ന ആളല്ല ഗവൺമെന്റിലോട്ട് അത് എത്തിക്കുന്നത്. ദർ ഇസ് എ ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ്, അതായത് കൺസ്യൂമർ, സെല്ലർ, ഗവൺമെന്റ്. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് ആരാണോ ആ ടാക്സ് ബെയർ ചെയ്യുന്ന ആളല്ല ഗവൺമെന്റിലോട്ട് എത്തിക്കുന്നത്. ഇറ്റ് ഈസ് ത്രൂ ദ സെല്ലർ അല്ലെ? ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. സോ എ വെരി ബേസിക് എക്സാമ്പിൾ ഫോർ ഇൻഡയറക്ട് ടാക്സ് ഇസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ? ഓക്കെ, സോ അതിന്റെ ഒരു ഡെഫിനിഷൻ പോലെ നമുക്ക് എഴുതാം. വാട്ട് ഇസ് ഇൻഡയറക്ട് ടാക്സസ്? Indirect taxes are taxes imposed on goods അല്ലെങ്കിൽ services or transactions where tax burden is generally passed on to the consumer. ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും എന്താണെന്ന് പറയുന്നില്ല. ക്ലിയർ? ഇനി ടാക്സ് റവന്യൂവിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ടാക്സ് എക്സാമ്പിൾസ് ഫോർ ടാക്സ് റവന്യൂ. എക്സാമ്പിൾസ് ഫോർ ടാക്സ് റവന്യൂ. ആദ്യം പറയുന്നത് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. എ പേഴ്സൺ ഏൺസ് ടാക്സ്. ഇപ്പൊ അയാൾ ബിസിനസ് ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾക്ക് മന്ത്ലി സാലറി ആണ്,
അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ അയാളുടെ വരുമാനം ആ ഒരു പെർട്ടിക്കുലർ ഫൈനാൻഷ്യലിൽ ടാക്സ് ഒഴിവാക്കിയ പരിധിനേക്കാളും മുകളിലാണെങ്കിൽ ഹി ഹാസ് ടു പേ ടാക്സ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കി, ഇറ്റ് ഈസ് എ ഡയറക്ട് ടാക്സ്. സെയിം ഇത് നമ്മൾ ഇൻഡിവിജ്വലിന്റെ അല്ല നോക്കിയത്, അതിന് പകരം ഒരു എൻറ്റൈറ്റി ആണ് എന്ന് വെക്കുക. എൻറ്റൈറ്റി ആണെങ്കിൽ ആ എൻറ്റൈറ്റി ഏൺ ചെയ്ത വരുമാനം ടാക്സബിൾ ആണെങ്കിൽ അവരും ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യും. ദിസ് ഇസ് നോൺ ആസ്, ഇതും ഒരു ഡയറക്ട് ടാക്സ് ആണ്. നൗ കംസ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി, ഇറ്റ്സ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ. ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ ഹോട്ടലിൽ പോയാൽ നമുക്കറിയാം ബില്ലില് കുറച്ച് വലിയ ഹോട്ടൽ, അതിന് ടേൺ ഓവർ ഉണ്ട്. ഇപ്പൊ GST എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനം അവരൊരു ഗുഡ്സ് ആണ് സെല് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷം 40 ലക്ഷത്തിന്റെ മുകളിൽ, അത് മാറിക്കൊണ്ടിരിക്കും, ഞാൻ ഈ പറയുന്ന സമയത്ത് 40 ലക്ഷമാണ്, 40 ലക്ഷത്തിന്റെ മുകളിൽ ടേൺ ഓവർ ആണെങ്കിൽ ആ ഷോപ്പിന് GST വേണം. ഇനി അത് സർവീസസ് ആണ് കൊടുക്കുന്നത് വയ്ക്കുക, അതായത് ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു ലോഡ്ജ്, അതൊക്കെ ഒരു സർവീസ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 lakhsന്റെ മുകളിൽ ഒരു വർഷം ടേൺ ഓവർ വന്നാലും അവർക്ക് GST വേണം. ഓക്കെ, സോ GST നമ്മൾ നോക്കി, അത് എന്തുകൊണ്ടാണ് ഒരു ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നതെന്ന് നോക്കി. ഓക്കെ, അപ്പൊ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നൗ കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞതാ, ഇപ്പോ ഒരു ഇന്ത്യൻ കമ്പനി ഒരു മെഷീനറി ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കിയാല്, ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് വെച്ചാൽ അതിനൊരു കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും. കസ്റ്റംസ് ഡ്യൂട്ടി എപ്പോഴും ഉണ്ടാവും എന്ന് വെച്ചാല് ഇറ്റ് ഈസ് ജനറലി ട്രീറ്റഡ് ആസ് ആൻ ഇൻഡയറക്ട് ടാക്സ്. ഒരു എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ബോർഡർ കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു ടാക്സ് ഉണ്ടാവും. ആ ടാക്സിനെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി ഓരോ ഗുഡ്സ് അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, ഓരോ ഗുഡ്സിനും വേറെ വേറെ ടാരിഫ് ആയിരിക്കും. അതായത് ഇന്റർനാഷണൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സിലാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. ബോർഡർ കഴിഞ്ഞിട്ടുള്ള ഗുഡ്സിന്റെ മൂവ്മെന്റിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നത്. ക്ലിയർ? അതൊരു ഇൻഡയറക്ട് ടാക്സ് ആയിട്ടാണ് കസ്റ്റംസ് ഡ്യൂട്ടിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നൗ ദ ലാസ്റ്റ് വൺ, എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, എക്സൈസ് ഡ്യൂട്ടി പ്രൊഡക്ഷനും മാനുഫാക്ചറും നടക്കുമ്പോൾ സ്പെസിഫിക് ഗുഡ്സ് നടക്കുമ്പോൾ ഉള്ള ഡ്യൂട്ടിയാണ്. ആക്ച്വലി എക്സൈസ് ഡ്യൂട്ടി ഇപ്പൊ എല്ലാത്തിനും അപ്ലിക്കബിൾ അല്ല. കാരണം GST ഒരുവിധമുള്ള സാധനങ്ങൾക്കെല്ലാം എക്സൈസ് ഡ്യൂട്ടിനെ റീപ്ലേസ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ചില, ഉദാഹരണത്തിന് പെട്രോളിയം പ്രൊഡക്ട്സ്, സിഗരറ്റ്, അതേപോലെ ലിക്വർ, അതൊന്നും ഇപ്പോഴും GSTയുടെ പരിധിക്ക് വന്നിട്ടില്ല. അതെല്ലാം ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. സോ എക്സൈസ് ഡ്യൂട്ടി ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ ടാക്സ് റവന്യൂ. ക്ലിയർ? അപ്പൊ നമ്മൾ ഗവൺമെന്റ് റെസീപ്റ്റ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഗവൺമെന്റ് റെസീപ്റ്റ്സ് രണ്ടായിട്ട് തന്നെ നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ്ലി രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. വൺ ഈസ് എ ടാക്സ് റവന്യൂ ആൻഡ് അനദർ വൺ ഈസ് എ നോൺ ടാക്സ് റവന്യൂ. അപ്പൊ നമ്മൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്തത് ടാക്സ് റവന്യൂ ആയിരുന്നു. നൗ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ നോൺ ടാക്സ് റവന്യൂ. ടാക്സിൽ നിന്നല്ലാതെ കിട്ടുന്ന വരുമാനം. ഓക്കെ, ഗവൺമെന്റ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ട് മാത്രമേ വരുമാനം നേടുന്നുള്ളൂ? അല്ല, നോ, അല്ലെ. ഗവൺമെന്റിന് അതർ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇൻട്രസ്റ്റ് റെസീപ്റ്റ്സ്. അതില് സപ്പോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഗവൺമെന്റ് ലോൺ കൊടുത്തു എന്ന് വെക്കാം. ആ ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഇൻട്രസ്റ്റിന്റെ ഭാഗം നമുക്ക് ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻട്രസ്റ്റിന്റെ ഭാഗം മാത്രം. അവർ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ കാൽക്കുലേഷൻ ആണ്, അത് ഇതിൽ വരില്ല. ക്ലിയർ? സോ അതൊരു ഇതായി. ഓക്കെ, ഇനി ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റ്സ്. അതായത് ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റ്സ് ഗവൺമെന്റിന് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിലൊക്കെ ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. സപ്പോസ് ഗവൺമെന്റ് ഓൺ കമ്പനി മേക്സ് എ പ്രോഫിറ്റ്, അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡിവിഡൻഡ് പബ്ലിക്കിന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന് കൊടുക്കും. അങ്ങനെ കിട്ടുന്ന വരുമാനത്തിനാണ് നമ്മൾ ഡിവിഡൻഡ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതൊരു ടാക്സ് ആണോ? അല്ല. സോ ഇറ്റ്സ് എ നോൺ ടാക്സബിൾ റെസീപ്റ്റ്. ഇനി ഫീസ് ആൻഡ് ഫൈൻസ്. അത് പറഞ്ഞാല് ഇപ്പൊ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പല സർവീസസ് കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാല്
നമുക്ക് അവിടെ പലതരം സർവീസ് ഉണ്ടാവും. ആ സർവീസിനൊക്കെ ചെറിയ ഫീസ്, എല്ലാത്തിനും ഫീസ് ഇല്ല, ചിലതിനൊക്കെ ഫീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന് നമുക്ക് ഫീസ് ആയിട്ട് കൺസിഡർ, അതൊരു ടാക്സ് റവന്യൂ അല്ലല്ലോ. സോ ഇറ്റ്സ് ക്യാൻ ബി കോൾഡ് ആസ് എ നോൺ ടാക്സ് റവന്യൂ. അതേപോലെ തന്നെ ഫൈൻസ്. ഇപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെക്കാണ്ട് റോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ പിഴ വരും അല്ലെ? ആ പിഴ, അതേപോലത്തെ പല രീതിയിലുള്ള പിഴകൾ ഉണ്ടാവും. ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വൈകിയ പിഴ, അങ്ങനെ ഒരുപാട് പിഴകളുണ്ട്. ആ പിഴയൊക്കെ ഗവൺമെന്റ് ഒരു വരുമാനമായിട്ട് തന്നെയാണ് പോകുന്നത്. ദാറ്റ് ഇസ് ഓൾസോ കംസ് അണ്ടർ നോൺ ടാക്സ് റവന്യൂ. ഓക്കെ. പിന്നെ അനദർ ഇമ്പോർട്ടന്റ് തിങ് ഇസ് റവന്യൂ ഫ്രം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതായത് ഗവൺമെന്റ് പല പബ്ലിക് കമ്പനികളും ഓൺ ചെയ്യുന്നുണ്ടാവും. അപ്പോ ആ പബ്ലിക് കമ്പനികൾ, അവർക്ക് കിട്ടുന്ന ഇൻകം അത് ഗവൺമെന്റിന്റെ ഇൻകം ആണ്. ക്ലിയർ? റവന്യൂ ഫ്രം പബ്ലിക് സെക്ടർ, പല പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെയും ഓണർ എന്ന് പറയുന്നത്, ഓണർഷിപ്പ് ഗവൺമെന്റ് കയ്യിലായിരിക്കും. അപ്പോ അവര് ആ ഒരു വരുമാനം, അതിലൂടെ കിട്ടുന്ന വരുമാനത്തിനാണ് നമ്മൾ റവന്യൂ ഫ്രം പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. ഓക്കെ, ക്ലിയർ? അപ്പോ ഇതോടെ നമുക്ക് നൗ വിൽ മൂവ് ടു ദ റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, ഇനി നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് പോവാം. ദാറ്റ് ഈസ് മണി ഗോയിങ് ഔട്ട് ഓഫ് ദി ഗവൺമെന്റ്. റവന്യൂ എക്സ്പെൻഡിച്ചർ അതൊന്നുമില്ല, അതിൽ വളരെ സിമ്പിൾ ആണ്. സാലറി ആൻഡ് വേജസ് ഇസ് എ മെയിൻ കമ്പണന്റ്. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ടാവും, ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും, പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അവർക്ക് കൊടുക്കുന്ന സാലറിനെയാണ് നമ്മൾ സാലറി ആൻഡ് വേജസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് പേയ്മെന്റ്. ഇപ്പൊ ഗവൺമെന്റ് നമുക്കൊരു ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ വന്നാൽ ഗവൺമെന്റ് ബോറോ മണി ഫ്രം സംവെയർ അല്ലെ, അതിൽ തിരിച്ചടയ്ക്കുമ്പോൾ അതിന്റെ പ്രിൻസിപ്പൽ കമ്പോണന്റ് അല്ല, ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ്. സപ്പോസ് ഒരു 10,000 രൂപ ലോൺ എടുത്തു എന്ന് വെക്കാം. അതിൽ ഒരു വർഷത്തിൽ 700 കോടിയാണ് 10,000 കോടിയിൽ 700 കോടിയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നെങ്കിൽ, ദാറ്റ് 700 കോടി വിൽ കം ആസ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്. ഓക്കെ. പിന്നെ സബ്സിഡി എന്ന് പറഞ്ഞപ്പോ എക്സാമ്പിൾ ഇസ് KCC ലോൺ. ഒരു KCC ലോൺ എന്ന് പറഞ്ഞാല് ഒരു ഫാമറിന് 4% ഇൻട്രസ്റ്റിൽ കിട്ടുന്ന ലോണാണ്. ആ ഒരു റിമൈനിങ് 3 or 5% ഈസ് ബെയർഡ് ബൈ ദി ഗവൺമെന്റ് ആസ് ഫോം ഓഫ് എ സബ്സിഡി. അപ്പൊ ആ രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പല സബ്സിഡികളും പ്രഖ്യാപിക്കും. അതെല്ലാം റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ പെൻഷൻ, സാലറി പോലെ തന്നെ ഇപ്പൊ സർട്ടൺ ഗവൺമെന്റ് ജോബ്സ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്ക് പെൻഷൻ എലിജിബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ വരുന്ന എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഗ്രാന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു വേരിയസ് ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ ആ ഒരു പേർപ്പസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ, ഹെൽത്ത് കെയർ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കും. സപ്പോസ് ദി ഗവൺമെന്റ് പ്രൊവൈഡ് 50 crore ആസ് എ ഗ്രാന്റ് ഫോർ പെർട്ടിക്കുലർ പബ്ലിക് വെൽഫെയർ പ്രോഗ്രാം. അങ്ങനെയുള്ള ഗ്രാന്റ് ഈസ് ഓൾസോ എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ. ഇത്രയാണ് നമുക്കൊരു റവന്യൂ ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ജസ്റ്റ് ഇനി ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലിടൂ. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ. താങ്ക് യു.